എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വെറൈറ്റി സ്വാദിൽ ഒരു കുമ്പളട ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മളിവിടെ നല്ല പഴുത്ത കൂഴച്ചക്ക നോക്കി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് ചക്കയുടെ കുരുവൊക്കെ മാറ്റി ആ നെയ്യിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. വരിക്കച്ചക്ക വെച്ചും നമുക്ക് ഈ രീതിയിൽ വഴറ്റി കുമ്പളട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചക്കയുടെ ചുള മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നമുക്ക് ഇതുപോലെ കുമ്പളട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചക്ക ഇങ്ങനെ നെയ്യിൽ വഴറ്റിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദുണ്ടാവും. അത്യാവശ്യം നമ്മുടെ ചക്ക ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ നല്ല ടേസ്റ്റായിരിക്കും. ചക്കയുടെ കൂടെ തേങ്ങയും മിക്സാക്കി നല്ലപോലെ നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ചക്ക നമ്മൾ വഴറ്റി എടുക്കാതെ പച്ചയ്ക്ക് എടുക്കുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്നതിനാണ്. നമ്മുടെ ചക്കയുടെ മിശ്രിതം ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ചേർക്കാം. നമ്മളിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളും ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മളിവിടെ വലിയ സ്പൂണിന് 3 സ്പൂൺ അരിപ്പൊടിയും 1 സ്പൂൺ ഗോതമ്പ് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചുക്കും ജീരകവും ഏലക്കായും നന്നായി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പളടയിൽ മാവ് നിറച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പളൽ മാവ് നിറച്ച് ആവി വരുന്ന അപ്പച്ചെമ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ആവി വരുന്ന അപ്പച്ചെമ്പിലേക്ക് നമ്മളിതെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചക്ക ഇങ്ങനെ വഴറ്റി കുമ്പളട ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക നന്നായിട്ട് വഴറ്റി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ തന്നെ കുമ്പളട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.